വെൽക്കം ടു വിനോദ് ഗത്തേരി വ്ളോഗ്സ്. ബുറൈദയിലെ ടാലൻസ് ഗാർഡൻ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ബുറൈദയിൽ തന്നെയുള്ള ഡീർ ഫാം കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീർ ഫാം കാണാം. അപ്പോൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡും നല്ല മരുപ്പച്ച, അതായത് പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഉള്ളിൽ മൊത്തം ഈന്തപ്പനകളും പിന്നെ ചെടികളും അതിൻ്റെ ഉള്ളിലൊരു കൊട്ടാരം പോലത്തെ ഒരു വീടും ഒക്കെ വലത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ വീണ്ടും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് സ്ക്രീനിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. പക്ഷി കേന്ദ്രത്തിൽ നിന്ന് നേരെ, പക്ഷി പാർക്കിൽ നിന്ന് നേരെ, ബേർഡ് പാർക്കിൽ നിന്ന് നേരെ മാൻ്റെ കേന്ദ്രത്തിൽ ഡീർ ഫാം ബുറൈദ. മാനൊക്കെ വെള്ളം കുടിക്കാൻ നോക്കാം. ഒറ്റക്കൊമ്പനാണ്, ഒറ്റക്കൊമ്പൻ. അതിനെന്തോ കുഴപ്പമുണ്ടല്ലോ, വെള്ളത്തിന് കായ്ച്ചിട്ട് വരികയാണ്. വില്ലനാണ്, വില്ല. ഒറ്റക്കൊമ്പനുള്ളതാണ് കേട്ടോ. മാനാണ് ആ ആള്. അതിന് കുറച്ച് കച്ചറൊക്കെ ഉണ്ടോ. വില്ലനാണ്, വില്ലൻ. നാശാക്കണമല്ലോ. കുളിക്കണേ. ചെറിയൊരു മാൻകുട്ടി ഇതാ, ചെറിയ മാൻകുട്ടി. ഇത് രസമാണ്. ഇവിടെ വേറെ ടൈപ്പ് മാനുണ്ട് കേട്ടോ. ഇതെന്ത് മാനാണോ? ഒരു മാൻ. ഇവിടൊക്കെ മാനുകളുണ്ട്. ഇവിടെ കുറേ മാൻകൂട്ടങ്ങൾ. അവിടെ കുറേ മാൻകുട്ടം. വഴിയില്ല.
ഒരു തണലത്ത് നിൽക്കട്ടോ, വരി വരിയായിട്ട് തണലത്ത് നിൽക്കുന്നുണ്ട്. വരി വരിയായിട്ട് പാവങ്ങൾ. ഒട്ടകപ്പക്ഷിയാണ്. ഡീർ ഫാം കഴിഞ്ഞിട്ട് നേരെ ബുറൈദയിലെ ഡേറ്റ്സ് മാർക്കറ്റിലേക്കാണ്, ഡേറ്റ്സ് കാർണിവൽ, അവിടേക്കാണ് പോയത്. അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണാം, അതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൊട്ടയിൽ കുറേ ഈന്തപ്പഴമൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ കാണുന്നതിൻ്റെ മാർക്കറ്റാണ്. അതിൻ്റെ ഉള്ളിൽ ഡേറ്റ്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും എല്ലാ പ്രൊഡക്ട്സും. ഇവിടെ നിന്നാണ്, ഈ മാർക്കറ്റിൽ നിന്ന് ആണ് എല്ലാ സ്ഥലത്തേക്കും, റിയാദിലേക്കായാലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഡേറ്റ്സ് എന്നാണ് കയറി വരുന്നത്. ഇവിടെ നിന്നാണ് കയറ്റി വിടുന്നതൊക്കെ. ഇവിടെ നിന്ന് ഏത് തരത്തിലുള്ള ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇവിടുത്തെ. അത് വലിയൊരു മാർക്കറ്റാണ്. അത് കണ്ടോ, ഇതിൻ്റെ സൈഡിലൊക്കെ വലിയൊരു മാർക്കറ്റാണ്. വലിയ പരന്ന് കിടക്കുന്ന ഒരു മാർക്കറ്റാണത്. ഇതിനുള്ളിൽ ഒത്തിരി ഡേറ്റ്സിൻ്റെ പ്രൊഡക്റ്റുകളുണ്ട്, അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇത് ആ മാർക്കറ്റിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളാണ്, വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് പലതരത്തിലുള്ള ഡേറ്റ്സ് നമുക്ക് കാണാം. അപ്പോൾ ഉള്ളിലേക്ക് പോകാം. ഇതവിടെയുള്ള അതിൻ്റെ ഒരു എൻട്രൻസ്, ഒരു സൈഡിൽ എൻട്രൻസ് ആണത്. ഇപ്പോൾ സീസൺ കഴിഞ്ഞ കാരണം കൊണ്ട് ഡേറ്റ്സ് കുറവാണ് ഇവിടെ. ഞങ്ങൾ പോയ സമയത്ത് ഡേറ്റ്സ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ സീസൺ കഴിഞ്ഞതായിരുന്നു. സീസൺ കഴിഞ്ഞ കാരണം എന്നാലും കുറേയൊക്കെ ഉണ്ട്. രാവിലെ ആയതുകൊണ്ട്, വെള്ളിയാഴ്ച രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ കേട്ടോ. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വിലയൊക്കെ പറഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റും. പലതരത്തിലുള്ള ഡേറ്റ്സും ഇവിടെ ഉണ്ട്. പല വിലകളാണ്. ഇവിടുന്ന് ഏറ്റവും വില കുറവിൽ കിട്ടുന്നതും ഈ ബുറൈദ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഡേറ്റ്സ് നമ്മൾ റിയാദിലേക്കൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ഒന്നുകൂടി വില കൂടുതലായിട്ട് നമുക്ക് കിട്ടുക. ओ भाई दो लिएगा कितने मिलेगा? 35 को मिलेगा। दो लिएगा 35 को मिलेगा। എൻ്റെ കൂടെ വന്നവര് ഈത്തപ്പഴം, നല്ല ഈത്തപ്പഴം കണ്ടപ്പോൾ അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് അത് മേടിക്കുന്നുണ്ട് അവർ. അങ്ങോട്ട് റിയാദിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് മേടിക്കുന്നത്. ഒരാൾ നാട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ ആൾക്കും നാട്ടിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് മേടിക്കുന്നത് കേട്ടോ.
അപ്പോൾ കസീം ഇന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ടു. അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങൾ കൈ വിടണ്ട ഡ്രൈവർ കൈ വിടണ്ട. അപ്പോൾ തിരിച്ചു പോവുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ അടുത്ത സ്ഥലം സ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ റിയാദിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ റിയാദിലെ രാത്രിയിലെ വൈബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ.